ആയുർവേദ, സിദ്ധ, യുനാനി ഡോക്ടർ ആവാൻ കഴിഞ്ഞ വർഷം വരെ നമുക്ക് നീറ്റ് എക്സാമിനേഷൻ്റെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അഡ്മിഷൻ നടത്തുന്നത്. ഈ വർഷത്തിൽ ഇത് മാറ്റം ഉണ്ടാവുമെന്ന് അറിയില്ല. പക്ഷേ പുതിയ നോട്ടിഫിക്കേഷൻസ് നാഷണൽ കമ്മീഷൻ ഫോർ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ഈ 2023 ഡിസംബർ 20 പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ആ നോട്ടിഫിക്കേഷൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ആയുർവേദ, സിദ്ധ, യുനാനിയൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ മുഴുവനായിട്ടൊന്ന് വായിച്ച് നോക്കുക. പ്രധാനപ്പെട്ട എനിക്കറിയുന്ന മാറ്റങ്ങളൊക്കെ ഞാൻ ഇവിടെ നിന്ന് സൂചിപ്പിക്കാം. നോർമൽ നീറ്റ് എക്സാമിനേഷൻസ് അല്ലാതെ ആയുർവേദ, സിദ്ധ, യുനാനി പഠിക്കുന്നവർക്കായിട്ട് ഒരു പ്രത്യേക എക്സാമിനേഷൻസ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA തന്നെ കണ്ടക്ട് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇതിനൊരു കാരണം പറയുന്നത് ഈ ഒരു വിഷയത്തിനോട് താല്പര്യമുള്ള ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും ഇപ്പോൾ ഡോക്ടർ ആവുന്ന എല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക MBBS അല്ലെങ്കിൽ BDS ഒക്കെ പഠിക്കാൻ തന്നെ ആയിരിക്കും. ഇതിനോട് താല്പര്യമുള്ള, ഈ ആയുർവേദത്തിനോടും ബാക്കിയുള്ള കാര്യങ്ങളോട് താല്പര്യമുള്ള സ്റ്റുഡൻസിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ഒരു എക്സാമിനേഷൻസ് ഇങ്ങനെ നടത്താൻ കാരണം. അപ്പോൾ ബാക്കിയുള്ള ഇതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയറിലേക്ക് ഒരുപാട് ലളിതമായിരിക്കും. കാരണം ഇത്രയും ആളുകൾ ഓൾ ഇന്ത്യ കോട്ടയിലേക്ക്, സ്റ്റേറ്റ് കോട്ടയിലേക്കൊക്കെ നടത്തുന്നതിലേക്ക് ഒരുപാട് സുഖ സൗകര്യങ്ങൾ ലഭിക്കും. അതുപോലെ ഇതിലേക്ക് താല്പര്യമുള്ള ആളുകളുടെ സിലബസ് എന്തായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. MBBSനും BDSനൊക്കെ എക്സിറ്റ് എക്സാമിനേഷൻസ് ഉള്ളതുപോലെ ഇതിനും ഒരു എക്സിറ്റ് എക്സാമിനേഷൻസ് ഉണ്ടാകും. ആ എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു യുണീക്ക് നമ്പർ ലഭിക്കുന്നതാണ്. ഇപ്പോൾ ആധാർ നമ്പറൊക്കെ ലഭിക്കുന്നത് പോലെ ഒരു ആയുർവേദ കഴിഞ്ഞ ഒരാൾക്കൊരു യുണീക്ക് നമ്പർ, അതേപോലെ സിദ്ധ കഴിഞ്ഞ ആൾക്കൊരു യുണീക്ക് നമ്പർ, ഇങ്ങനെയുള്ള നമ്പറുകളൊക്കെ ലഭിക്കും എന്നുള്ളതും നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. മറ്റൊരു സുപ്രധാനമായ നോട്ടിഫിക്കേഷനുള്ള കാര്യം, 10ാം ക്ലാസ് കഴിഞ്ഞ ആളുകൾക്ക് ഒരു പ്രീ ആയുർവേദ കോഴ്സ് നടത്താനുള്ള തീരുമാനമുണ്ട്. അതിനും സെപ്പറേറ്റ് എൻട്രൻസ് എക്സാമിനേഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ അറിവുകൾക്ക്, അപ്ഡേഷൻസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്താനും മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുക. ഈ വർഷം വരുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.